അപ്പൊ മക്കളെ ഞാനെന്നാ കുടിക്കുന്നല്ലേ പറഞ്ഞുതരാം. കെഫീർ എന്ന് കേൾക്കും നിങ്ങൾ. വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കെഫീർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കെഫീർ എന്ന് വെച്ചാൽ ശരിക്കും ഒരു ബാക്ടീരിയന്റെ പേരാണ്. ആ ഒരു ബാക്ടീരിയ ഉപയോഗിച്ചാണ് കെഫീറിലേക്ക് ഈ പാൽ നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. എന്തായാലും എന്റെ അമ്മായിയാണ് എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞത്. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര പുച്ഛത്തോടെയാണ് കണ്ടത്. കാരണം എനിക്കറിയില്ല എന്താന്നുള്ളത്. പിന്നെ ഇതിന്റെ ഗുണങ്ങളെയും കാര്യങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇത് എത്രത്തോളം ഉപകാരപ്രദമാണെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാലെടുക്കുക, അതിലേക്ക് ഈ ഒരു ബാക്ടീരിയ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ഒരു ജാറിലോ എന്തെങ്കിലുമൊക്കെ മൂടി വെക്കുക. ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ലിഡ് കൊണ്ട്, ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക. അതിനുശേഷം ഒരു 12 മുതൽ 30 മണിക്കൂർ വരെ അതിനെ റെസ്റ്റിന് വെക്കുക. അതിനുശേഷം പിന്നീട് എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുടിക്കുന്നതിന് മുന്നേ ഈ ഒരു ബാക്ടീരിയ നമ്മൾ ഒഴിവാക്കണം. അതിൽ നിന്ന് ആ ബാക്ടീരിയനെ ഒഴിവാക്കിയിട്ട്, അതായത് ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് അരിക്കുക. എന്നിട്ട് ആ ബാക്ടീരിയ നമ്മൾ ഒഴിവാക്കുക. അപ്പൊ ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റേഷൻ, ദഹന പ്രക്രിയകൾക്കെല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ യോഗട്ടിനേക്കാളും പവർഫുൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബേസിക്കലി ഈ ഒരു ബാക്ടീരിയ എന്താവും, വിരിയും. അതായത് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ അടുത്തുള്ള ബാക്ടീരിയ എത്ര ഉണ്ടോ അതിൽ കൂടുതൽ എണ്ണങ്ങളായി മാറും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്കെല്ലാം കൊടുക്കാം. നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ലും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനായിട്ട് നിങ്ങൾ വേറെ തന്നെ വൃത്തിയുള്ള പാത്രങ്ങളൊക്കെ മാറ്റി വെക്കണം. അത് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നിർബന്ധമായിട്ടും മിനറൽ വാട്ടർ മാത്രം, അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. താങ്ക് മീ ലേറ്റർ. ഓക്കെ, ബൈ.